നമസ്കാരം. ദി ബോർഡർ ഓഫ് എ മൈൻഡ്.കോമിലെ അജ്മലിന്റെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ കമന്ററി പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അജ്മൽ എഴുതിയ ടെമ്പറൽ ട്രാൻസെൻഡൻസ് എന്നൊരു ബ്ലോഗ് പോസ്റ്റിനെ കുറിച്ചാണ്. ശരിക്കും ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. അതെ, സമയം എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെയൊക്കെ സാധാരണ ചിന്തകളെ അതിനെ ഒന്ന് ചോദ്യം ചെയ്യുന്ന ഒന്നാണ് ആ എഴുത്ത്. ഈ ടെമ്പറൽ ട്രാൻസെൻഡൻസ് എന്താണ് അജ്മൽ അതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്? സമയം, അതിനെ മറികടക്കുക എന്നൊക്കെ പറയുമ്പോൾ ശരിയാണ്. നമ്മൾ സാധാരണയായി സമയം എങ്ങനെയാ കാണുന്നത്? ഒരു പുഴ പോലെ, അല്ലേ? അതെ. ഒരേ ദിശയിലേക്ക് ഒരേ വേഗത്തിൽ ഇങ്ങനെ ഒഴുകിപ്പോകുന്നു, എല്ലാവർക്കും ഒരുപോലെ. അതെ അതെ. ഈ ഒരു എന്താ പറയാ, വളരെ ലളിതമായ ഒരു ധാരണയുണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് പോകാനാണ് അജ്മൽ നമ്മളോട് പറയുന്നത്. ടെമ്പറൽ ട്രാൻസെൻഡൻസ് എന്നതുകൊണ്ട് അദ്ദേഹം അർത്ഥമാക്കുന്നത് സമയം ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ സങ്കീർണമാണ്, ഒരുപക്ഷെ നമുക്ക് പൂർണ്ണമായിട്ട് പിടികിട്ടാത്ത ഒന്നാണ് എന്നൊക്കെയാണ്. ഓഹോ, അപ്പോ ഈ ക്ലോക്കിലെ സമയം, സെക്കൻഡുകള്, മിനിറ്റുകള്, അതൊക്കെ എല്ലാവർക്കും ഒരുപോലെ തന്നെയല്ലേ? അതോ അനുഭവത്തിൽ വ്യത്യാസമുണ്ടെന്നാണോ? അനുഭവം മാത്രമല്ല, അതാണ് രസം. ഭൗതികമായി തന്നെ സമയം എല്ലാവർക്കും ഒരുപോലെ അല്ല എന്നതാണ് ശാസ്ത്രം പറയുന്നത്. അജ്മൽ ഇവിടെ ഐൻസ്റ്റീന്റെ ആപേക്ഷികത സിദ്ധാന്തമൊക്കെ പറയുന്നുണ്ട്. റിലേറ്റിവിറ്റി. അതെ, റിലേറ്റിവിറ്റി. അതനുസരിച്ച് സമയം എന്ന് പറയുന്നത് ഒരു കേവലമായ ഒന്നല്ല. അത് നിങ്ങൾ എവിടെയാണ്, എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. അജ്മൽ പറയുന്ന ആ ടൈം ഡൈലേഷൻ എന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് സാധാരണ ഒരാൾക്ക് മനസ്സിലാവുക? ഒരു ഉദാഹരണം പറയാമോ? പറയാം. ഇത് മനസ്സിലാക്കാൻ ഒരു ക്ലാസിക് ഉദാഹരണമുണ്ട്. ഐൻസ്റ്റീൻ തന്നെ മുന്നോട്ട് വെച്ച ഒരു ചിന്താ പരീക്ഷണം. സങ്കൽപ്പിക്കുക, നിങ്ങളിൽ ഒരാൾ ഇവിടെ ഭൂമിയിൽ നിൽക്കുന്നു, മറ്റൊരാള് ഏതാണ്ട് പ്രകാശത്തിന്റെ വേഗതയിൽ പോകുന്ന ഒരു റോക്കറ്റിൽ കയറി യാത്ര പോകുന്നു. ശരി. വർഷങ്ങൾ കഴിഞ്ഞ് ഈ റോക്കറ്റിലെ ആൾ തിരിച്ചു വരുമ്പോൾ ഭൂമിയിൽ നിന്നാളേക്കാൾ അയാൾക്ക് പ്രായം കുറവായിരിക്കും. എങ്ങനത്? കാരണം ആ റോക്കറ്റിൽ വളരെ വേഗത്തിൽ സഞ്ചരിച്ചപ്പോൾ അയാൾക്ക് സമയം വളരെ പതുക്കെയാണ് മുന്നോട്ടു പോയത്. ഭൂമിയിലുള്ളയാൾക്ക് സമയം സാധാരണ വേഗത്തിലും പോയി. അപ്പോ ഒരേ കാലയളവ്, പക്ഷെ രണ്ടുപേർക്ക് രണ്ട് രീതിയിൽ അനുഭവപ്പെട്ടു. ആഹാ, ഇത് കൊള്ളാമല്ലോ. അപ്പൊ സമയം എല്ലാവർക്കും ഒരുപോലെയല്ല അനുഭവപ്പെടുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇവിടെയാണ് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം പോകുന്നത്. സമയം സ്ഥിരമല്ല. അപ്പോ നമ്മുടെ ഈ എല്ലാവർക്കും ഒരേ സമയം എന്ന തോന്നൽ ഒരു തരം പരിമിതമായ കാഴ്ചപ്പാടാണെന്നാണോ അജ്മൽ പറയുന്നത്? അതെ, അത് തന്നെ. നമ്മുടെ മനുഷ്യന്റെ പരിമിതി നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്നതിനും അപ്പുറത്താണ് പ്രപഞ്ച യാഥാർത്ഥ്യങ്ങൾ എന്ന് അജ്മൽ പറയുന്നുണ്ട്. അദ്ദേഹം പിന്നെ ക്വാണ്ടം മെക്കാനിക്സിന്റെ കാര്യമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ക്വാണ്ടം ഫിസിക്സ്. അതെ, അവിടെ ഏറ്റവും ചെറിയ കണികകൾക്ക് ഒരേ സമയം പല അവസ്ഥകളിൽ പല സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കാൻ പറ്റും. ഇത് കേൾക്കുമ്പോൾ തന്നെ സമയം നേർരേഖയിൽ മുന്നോട്ട് എന്ന നമ്മുടെ ആശയം കുറച്ചുകൂടി സങ്കീർണമാവുകയാണല്ലേ? ശരിയാണ്. അതുപോലെ ഐൻസ്റ്റീൻ പറഞ്ഞ മറ്റൊരു കാര്യം, ഭീമാകാരമായ ഭാരമുള്ള വസ്തുക്കൾക്ക്, വലിയ നക്ഷത്രങ്ങൾക്കൊക്കെ സ്ഥലകാലത്തെ വളയ്ക്കാൻ കഴിയും. സ്ഥലകാലത്തെയോ? അതെ, ഒരു വലിച്ചു പിടിച്ച ഷീറ്റിലേക്ക് ഭാരമുള്ളൊരു പന്തിട്ടാൽ ആ ഷീറ്റ് നടുക്ക് കുഴിയുന്നതുപോലെ. അപ്പോ ആ കുഴിഞ്ഞ ഭാഗത്തുകൂടി പോകുമ്പോ സമയത്തിന്റെ വേഗത കുറയും. ഇതൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം പറയുന്നത് എന്താണ്? സമയം നമ്മൾ കരുതുന്നത് പോലെ ഒരു സ്ഥിരമായ സംഗതിയല്ല. അത് ആപേക്ഷികമാണ്, സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാം. അപ്പോ നമ്മള് സമയത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് മുഴുവൻ തെറ്റാണെന്നാണോ? തെറ്റെന്നല്ല, ഒരു പക്ഷേ അപൂർണമാണെന്ന് പറയാം. നമ്മുടെ സാധാരണ ജീവിതത്തിന് ഈ ധാരണ മതിയാവും. പക്ഷേ പ്രപഞ്ചത്തിന്റെ ഒരു വലിയ ചിത്രം നോക്കുമ്പോൾ, ആ അടിസ്ഥാന സ്വഭാവം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, അപ്പോൾ ഈ ധാരണകൾക്കപ്പുറം പോകണം. അജ്മൽ പറയുന്നത് അതാണ്. സമയം വെറുമൊരു അളവുകോലല്ല, അതൊരു വലിയ അത്ഭുതമാണ്, ഒരു രഹസ്യമാണ്. നമ്മുടെ ഈ ചെറിയ മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ നിന്ന് അതിനെ പൂർണ്ണമായും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിലുള്ള ഒരു വെല്ലുവിളിയാണ് അദ്ദേഹം ഈ ടെമ്പറൽ ട്രാൻസെൻഡൻസ് എന്ന പോസ്റ്റിലൂടെ പറയുന്നത്. ഇത് നമ്മൾ യാഥാർത്ഥ്യത്തെ എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ച് തന്നെ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഈ ചിന്തകളൊക്കെ അജ്മൽ വിശദമായി പങ്കുവയ്ക്കുന്നത് ദി ബോർഡർ ഓഫ് എ മൈൻഡ്.കോം എന്ന അദ്ദേഹത്തിന്റെ ബ്ലോഗിലാണ്, അല്ലേ? ദ ബോർഡർ ഓഫ് എ മൈൻഡ്.കോം. അതെ, ദ ബോർഡർ ഓഫ് എ മൈൻഡ്. ഈ ടെമ്പറൽ ട്രാൻസെൻഡൻസ് എന്ന ലേഖനം മാത്രമല്ല,
അജ്മലിന്റെ മറ്റു പല ചിന്തകൾ, ലേഖനങ്ങൾ, പിന്നെ അദ്ദേഹത്തിന്റെ ആർട്ട് വർക്കുകൾ, വരച്ച ചിത്രങ്ങൾ, ഫോട്ടോകളൊക്കെ അവിടെ കാണാം. എന്തൊക്കെ വിഷയങ്ങളാണ് അദ്ദേഹം പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത്? കൂടുതലായും ഈ ജിജ്ഞാസ, അവബോധം അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ്, ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, അങ്ങനെയുള്ള വിഷയങ്ങളാണ്. ഈ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി അദ്ദേഹം തന്നെ തയ്യാറാക്കിയ പോഡ്കാസ്റ്റുകളും ആ സൈറ്റിൽ ലഭ്യമാണ്. എന്താ പറയാ, മനുഷ്യന്റെ ഉള്ളിലെ ആ അറിയാനുള്ള അടങ്ങാത്ത ആഗ്രഹത്തെയും അത്ഭുതങ്ങളെയും കണ്ടെത്താനും അത് ആഘോഷിക്കാനുമുള്ള ഒരിടം പോലെയാണ് ആ ബ്ലോഗ്. വളരെ നന്നായിരിക്കുന്നു. അപ്പോ ടെമ്പറൽ ട്രാൻസെൻഡൻസ് എന്ന ഈ ലേഖനം വായിക്കാനും അജ്മലിന്റെ മറ്റ് ലേഖനങ്ങൾ, കലകൾ, പോഡ്കാസ്റ്റുകളൊക്കെ അറിയാനും theborderofamind.com സന്ദർശിക്കാൻ നിങ്ങളെ ഞങ്ങൾ തീർച്ചയായും പ്രോത്സാഹിപ്പിക്കുകയാണ്. അതെ, അജ്മൽ സൂചിപ്പിക്കുന്നത് പോലെ ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള കുറച്ചുകൂടി വിശാലമായ കാഴ്ചപ്പാടുകൾ നമുക്ക് ചിലപ്പോൾ വ്യക്തിപരമായി വളരാനും ഈ വലിയ പ്രപഞ്ചത്തിൽ നമ്മുടെയൊക്കെ സ്ഥാനം എന്താണെന്ന് ചിന്തിക്കാനും ഒരു പ്രചോദനമായേക്കാം. തീർച്ചയായും അജ്മലിന്റെ എഴുത്തുകളെക്കുറിച്ചുള്ള ഇതുപോലുള്ള കൂടുതൽ ചർച്ചകളുമായി ഞങ്ങൾ ഇനിയും വരാം. അതിനായി കാത്തിരിക്കുക. പോകുന്നതിനു മുൻപ് ഒരു കാര്യം കൂടി, നിങ്ങൾക്കായി ഒരു ചിന്ത. അജ്മൽ പറയുന്നത് പോലെ സമയം നമുക്കെല്ലാവർക്കും ഒരേ വേഗതയിലല്ല ഒഴുകുന്നതെങ്കിൽ നമ്മുടെ പഴയ ഓർമ്മകളുടെ ആ ഒരു ഉറപ്പിനെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷകളെക്കുറിച്ചും ഇത് എന്താണ് നമ്മളോട് പറയുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ.